بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم. അക്സംതു ഞാൻ സത്യം ചെയ്തു, ബിൽ കമരി ചന്ദ്രൻ്റെ റബ്ബിനെ കൊണ്ട്, കമറിൻ്റെ റബ്ബിനെ കൊണ്ട്. ഞങ്ങളുടെ കമറാണ്, ചന്ദ്രനാണ്. അൽ മുൻഷക്കി കീറപ്പെട്ട ചന്ദ്രൻ്റെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു. ഇന്ന തീർച്ചയായിട്ടും ലഹു ആ ചന്ദ്രനുണ്ട്, മിൻ കൽബിഹി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിസ്ബത്തൻ ഒരു ബന്ധമുണ്ട്. അങ്ങനെയുള്ള ചന്ദ്രനാണ്, പിളർക്കപ്പെട്ട ചന്ദ്രൻ. ആ ചന്ദ്രനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു. മബ്റൂറത്തൽ ഖസമി ഒരു യഥാർത്ഥ ഒരു സത്യം ഞാൻ സത്യം ചെയ്തു. എന്താണ് സംഭവം? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് കൊണ്ട് ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ചന്ദ്രൻ പിളർപ്പിച്ച സംഭവം. അതായത് മക്കത്തിൻ്റെ അഹ്ൽക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദൃഷ്ടാന്തം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കാണുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കണം. അങ്ങനെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് പിളർപ്പാക്കി. ഒന്ന് പർവ്വതത്തിൻ്റെ മുകളിലും മറ്റൊന്ന് പർവ്വതത്തിൻ്റെ താഴെയുമായി ആയി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നോയിക്കോളി, ഇതാ ഞാൻ പിളർപ്പിച്ചത്. അപ്പോൾ ഖുറൈശികളായ കാഫിര്യങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ മുഹമ്മദ് സിഹിർ ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് വേറൊരു ദൃഷ്ടാന്തം കാണിക്കണം. എന്ത്? ഈ ചന്ദ്രനെ രണ്ട് ഭാഗങ്ങളിലേക്ക്, ഭൂമിൻ്റെ ആഗോള ഭാഗങ്ങളിലേക്ക് അതിനെ അയക്കണം, മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ള രാജ്യത്തിൻ്റെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി? ഭൂമിൻ്റെ ഭാഗങ്ങളിലേക്ക് ഒക്കെ രണ്ട് ഭാഗത്തിലേക്ക് അതിനെ പറപ്പിച്ചു. അതിനെ കീറിയതായിട്ടും മറ്റുള്ളതായ രാജ്യത്തിൻ്റെ ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പോഴും കാഫിര്യങ്ങൾ പറഞ്ഞത് ഇത് ഒരു സിഹിർ തന്നെയാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കുന്നത്, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൂ ആയത്തൻ യഅരിളൂ എന്നാണ് പറയുന്നത്. വയഖൂലു സിഹ്റു മുസ്തമിർ എന്നവർ പറയുന്ന വിഷയമാണ്. ഇഖ്തറബത്തിസ് സാഅതു അന്ത്യനാൾ അടുത്തിരിക്കുന്നു. എന്തേ? വൻശഖൽ ഖമറു ചന്ദ്രൻ പിളർന്നു. വഇൻ യറൂ ആയത്തൻ യഅരിളൂ അവർക്ക് ദൃഷ്ടാന്തം കാണിക്കുകയാണെങ്കിലും അവർ തിരിഞ്ഞു കളയുന്നു. എന്നിട്ട് അവർ പറയുന്നു സിഹ്റു മുസ്തമിർ, ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു മാരണമാണ്, ഇത് സിഹിർ ചെയ്തതാണ് എന്നവർ പറയും. അപ്പോൾ അതുവരെ അവർ വിശ്വസിക്കൂല. ഇതൊരു വലിയ അത്ഭുതകരമായ സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച ഈ ചന്ദ്രപിളർപ്പ്. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തുർഫിൻ മിനൽ കുഫാരി അൻഹു അമീ. വമാ ഹവൽ ഗാറു ഗുഹ ഒരുമിച്ച് കൂട്ടിയതായ ഒന്ന്. ആരെയാണ് ഒരുമിച്ച് കൂട്ടിയത്? മിൻ ഖൈരിൻ ഖൈറുടേവരെയും വമിൻ കറമിൻ ബഹുമാനമുടേവരെന്നിട്ടും ഒരുമിച്ച് കൂട്ടിയ ഒന്ന്. വകുല്ലു തുർഫിൻ എല്ലാ കണ്ണുകളും മിനൽ കുഫാരി കാഫിര്യങ്ങളിൽ നിന്നുള്ള എല്ലാ കണ്ണുകളും അൻഹു അമീ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തൊട്ട് കുരുടയായിരിക്കുന്നു. തങ്ങളെ കാണാൻ പറ്റുന്നില്ല ആ കാഫിര്യങ്ങളെ കണ്ണുകൾക്ക്. അത് ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സ്വഹാബി കൂടെയുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി ഗാറു സൗറിലേക്ക് എത്തി. ആ സൗർ എന്ന ഗുഹയിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് ശത്രുക്കൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങൾ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്, ഞാൻ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം, തങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനെ ഗുഹൻ്റെ അകത്ത് കുറേ മാളങ്ങളുണ്ടായിരുന്നു.
അങ്ങനെ പല മാളകളും എല്ലാം ആ ഓൾസുകളെയും ബന്ദ് ചെയ്തു. അവസാനം ഒന്നു മാത്രം ബാക്കിയായി. അതിന് മൂടാൻ ഒരു കഷ്ണം തുണി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഗുഹയിലേക്ക് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഫാകപ്പെട്ട തലയെ തൻ്റെ മടിയിൽ വെച്ച് ഉറക്കാൻ വേണ്ടി തൻ്റെ മടിയിൽ വെച്ച് കിടത്തുകയാണ്. ഹബീബ തങ്ങൾ ഉറങ്ങുന്നു. പക്ഷേ ആ ഒരു മാളത്തിലേക്ക് തൻ്റെ കാലുകൊണ്ട് ബന്ദ് ചെയ്യുകയാണ്. കാരണം അതിൽ നിന്ന് എന്തെങ്കിലും വിഷമുള്ളതായ പ്രാണികൾ വന്നാൽ റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ മാളത്തിൽ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് തൻ്റെ കാലിലേക്ക് അടിക്കുകയും തനിക്ക് സഹിക്കാൻ പറ്റാതെ അതിൻ്റെ വിഷമേൽക്കുകയും ചെയ്തപ്പോൾ സഹിക്കാൻ പറ്റാതെ കണ്ണുനീറിങ്ങനെ ഉറ്റി. നബി തങ്ങൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി കരയാൻ വന്നിട്ട് പോലും അതിനെ സഹിച്ചുകൊണ്ട് നിന്നപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ റസൂലുള്ളാഹിൻ്റെ അവിടുത്തെ ഷറഫാകപ്പെട്ട മുഖത്തിലേക്ക് ഉറ്റിയപ്പോൾ തങ്ങൾ ഞെട്ടി ഉണർന്ന് ചോദിച്ചു, എന്താണ് അബൂബക്കറെ സംഭവിച്ചത്? എന്തിനാണ് കരയുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് പാമ്പിൻ്റെ കടിയേറ്റിട്ടുണ്ട് നബിയെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷറഫാകപ്പെട്ട ഉമിനീർ കൊണ്ട് അവിടുത്തെ ആ കാലിലേക്ക് തേച്ചു കൊടുത്തപ്പോൾ ഉടനെ അത് ഷിഫയാവുകയും ചെയ്ത സംഭവം. فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرمي. ഫസ്സിദ്ഖു, അപ്പോൾ സിദ്ഖുடைய ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗാരി, ആ ഗുഹയിൽ വെച്ചിട്ട്, വസ്സിദ്ദീഖു, സിദ്ദീഖാകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ലം യരിമ, അവർ രണ്ടാളും ഒഴിവായിട്ടേയില്ല അവിടെ നിന്നിട്ട്. വഹും, എന്നാൽ ശത്രുക്കളാകുന്നത് യഖൂലുന, അവർ പറയുന്നു, മാ ബിൽ ഗാരി മിൻ അരിമിൻ, ആ ഗുഹയിൽ ഒരാളും ഇല്ല. ദന്നുൽ ഹമാമ വദന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമിഹി. അവർ പറയുന്നു, അവർ വിചാരിക്കുന്നു, ദന്നുൽ ഹമാമ, അവർ വിചാരിക്കുന്നു മാടപ്രാവിനെയും, വദന്നു അൽ അൻകബൂത്ത, പിന്നെ ബണ്ണത്തിനെയും അവർ എന്താക്കുന്നു, വിചാരിക്കുന്നു, അല ഖൈറിൽ ബരിയത്തി ലം തൻസുജ്, സൃഷ്ടികളുടെ ഒരു ഹൈറായ ആളാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹൈർ സൃഷ്ടികൾ എന്നിട്ട് ഹൈറായ നബിൻ്റെ മേൽ ഈ ബണ്ണ ബലകെട്ടുകയില്ല, അത് നെയ്യുകയില്ല. വലം തഹുമി, പ്രാവ് ചുറ്റും പറക്കുകയും അത് കൂടുകെട്ടുകയും ഇല്ല എന്ന് വിചാരിച്ചു. അവർ അവരോടും തിരിച്ചു പോയി. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളഅഫത്തിൻ മിനദ്ദുറൂഇ വൻ അലിം മിനൽ ഉതുമി. ഇത് വലിയൊരു കാവലാണ്. വിഖായത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാവൽ, അഗ്നത് അൻ മുളഅഫത്തിൻ മിനദ്ദുറൂഇ, അത് എത്ര ഇരട്ടിക്കപ്പെട്ട പടയങ്കി, തടുക്കാൻ വേണ്ടി ശരീരത്തിനൊക്കെ ആയുധം കൊള്ളാതിരിക്കാൻ വേണ്ടി ധരിക്കുന്ന ആ പടയങ്കി, അതിനും തൊട്ടും ഇത് ഐശ്വര്യമായിരിക്കുന്നു. വൻ ആലിം മിനൽ ഉതുമി, ഉയർത്തപ്പെട്ട കോട്ടകളെ തൊട്ടും അള്ളാഹുവിൻ്റെ കാവൽ ഐശ്വര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഒരാളെ കാക്കുകയാണെങ്കിൽ അവൻക്ക് ഒന്നും ആവശ്യമില്ല, പടയെങ്കിൻ്റെ ആവശ്യമില്ല, ഉയർത്തപ്പെട്ട കോട്ടൻ്റെ ആവശ്യമില്ല, അള്ളാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹു നമ്മളെയും അള്ളാഹു കാക്കട്ടെ. ആ ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.